ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വമ്പൻ ഗെയിം ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് ലൈവിൽ. എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ വിചാരിച്ച പോലെയല്ല. കുറേ സൂപ്പർ ടാസ്കുകൾ വരാനുണ്ട്. ഇപ്പം ലൈവിൽ ഒരു ടാസ്ക് കഴിഞ്ഞായിരുന്നു ഒരു 2-3 മണിക്കൂർ മുമ്പ്. ആ ടാസ്ക് എന്ന് പറയുന്നത് 3 ധൈര്യശാലികളായ ആളുകളെ തിരഞ്ഞെടുക്കണം, വീട്ടിലുള്ളവർ ചേർന്ന്. അങ്ങനെ 3 പേരെ തിരഞ്ഞെടുത്തു. അനീഷ്, ആര്യൻ, ഗിസേൽ, ഇവർ 3 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഇവർ 3 പേരും ആക്ടിവിറ്റി ഏരിയയിലോട്ട് ചെന്ന് അവിടെ ഓരോ പോഡിയം വച്ചിട്ടുണ്ട്. ആ പോഡിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് നിന്നത് അനീഷ്, രണ്ടാമത് ആര്യൻ, മൂന്നാമത് ഗിസേൽ. ഇവരാണ് നിന്നത്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ലെറ്റർ വച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ലെറ്റർ അനീഷ് വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് അനീഷ് ഈ സീസൺ കഴിയുന്നത് വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ആ ടാസ്ക് ലെറ്ററിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മുതൽ സീസൺ കഴിയുന്നത് വരെ മിണ്ടാൻ പാടില്ല. ഈ ലെറ്റർ വായിച്ചതിന് ശേഷം അനീഷ് അങ്ങടച്ച്. പിന്നെ രണ്ടാമത് ആര്യനാണ്. ആര്യന് കിട്ടിയ ടാസ്ക് ജ്യൂസ് കുടിക്കുക എന്നുള്ളതായിരുന്നു. വലിയ സീനില്ല, അത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. മൂന്നാമത് കിട്ടിയതാണ് വമ്പൻ പണി. ഗിസേലിന് കിട്ടിയ ടാസ്ക് തല മുട്ടയടിക്കുക എന്നുള്ളതായിരുന്നു. പെട്ടെന്ന് ഗിസേൽ ഞെട്ടി. ഗിസേൽ മാത്രമല്ല, വീട്ടിലുള്ളവരെല്ലാവരും ഞെട്ടി. അവർ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഗിസേൽ ഞെട്ടി. ഗിസേലിന് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഗിസേലിൻ്റെ ഇതെന്ന് പറയുന്നത് ബ്യൂട്ടി, മേക്കപ്പ്, മുടി ഇതൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ ആര്യം പറഞ്ഞു, ഇത് ചെയ്യേണ്ട, നമുക്ക് ഈ പോയിൻ്റ് വേണ്ട, 1000 പോയിൻ്റ് വേണ്ട, ഇത് വേണ്ട. കഴിഞ്ഞ തവണ ഫാമിലി വീക്കിലെന്നും പറഞ്ഞ് 750 പോയിൻ്റ് പോയതല്ലേ, അതിനപ്പം കുഴപ്പമില്ല, അപ്പോൾ ഇതും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇത് പോയിൻ്റ് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് സംസാരിച്ച് ഇതിനൊരു തീരുമാനമെടുക്കണം, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോഴും അനീഷ് മിണ്ടുന്നില്ല. അനീഷ് അവിടെ തന്നെ സംസാരിക്കാതെ അങ്ങനെ തന്നെ നിന്നു. അപ്പം ഇവർ 2 പേരും, ഗിസേലും ആര്യനും കൂടി, അനീഷേ സംസാരിച്ചിട്ട് നീ ഇത് ചെയ്യുമോ, തല മുട്ടയടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ അടുത്ത് പോയി. പക്ഷേ അനീഷ് അനങ്ങാതെ ഒറ്റ നിപ്പ് തന്നെ അങ്ങനെ നിന്നു. കുറേ നേരം ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആര്യം പറഞ്ഞ് നമുക്കിത് ചെയ്യേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോൾ ബിഗ് ബോസ് വീട്ടുകാർ ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ വീട്ടുകാരും ആക്ടിവിറ്റി ഏരിയയിലോട്ട് വന്നു. എന്നിട്ട് ഇവരെ 3 പേരും കുറ്റം പറയാൻ തുടങ്ങി. നിങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, നിങ്ങൾ 3 പേര് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടത് എന്നൊക്കെ പറഞ്ഞു. അവസാനം അവിടെ അടിയും ബഹളവുമായി. അക്ബറും ആര്യനും തമ്മിൽ അടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കും ബഹളവും ഒക്കെ ആയി. ഇപ്പോഴും അനീഷ് എന്താണ് കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അനീഷിൻ്റെ അടുത്ത് അക്ബറൊക്കെ കുറേ പറഞ്ഞു, ഈ പൊട്ടനെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നു, ഈ പൊട്ടനെ വിട്ടതാണ് ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ അപ്പാനി ശരത്തൊക്കെ പറഞ്ഞ് അനീഷിനെ കുറേ ട്രിഗർ ചെയ്തു. എന്നിട്ടും അനീഷ് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവസാനം ഇത് 3 പേരും മുട്ടയടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ പോയി ലിവിങ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. അവസാനം ഈ ടാസ്ക് ജയിച്ചില്ലെന്ന് പറഞ്ഞ് ടാസ്ക് റദ്ദാക്കിയതിന് ശേഷം അനീഷ് അനീഷ് പറയുന്നത്, ഞാനാണ് ഈ ടാസ്ക് കറക്റ്റ് ചെയ്തത് എന്നും പറഞ്ഞ് സംസാരിച്ചു. അപ്പം ഈ അക്ബറും അപ്പാനി ശരത്തും കൂടെ വന്ന് അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള രീതിയിൽ തലയണയൊക്കെ എടുത്തെറിഞ്ഞ് വമ്പൻ വിഷയമായി. സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കിഡിലുമായിട്ട് ചെയ്തത് അനീഷാണ്. കാരണം ആ ടാസ്കിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മുതൽ സീസൺ തീരുന്നത് വരെ എന്ന്. അതിനനുസരിച്ചാണ് അനീഷ് കളിച്ചത്. ബാക്കി 2 പേരും പെട്ടു. കാരണം 2 പേർക്കും അവർക്ക് എങ്ങനെയെങ്കിലും അനീഷിനെ കൊണ്ട് മുട്ടയടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ഈ ഒരു നീക്കമാണ് അനീഷ് തടഞ്ഞതും അതോടൊപ്പം അനീഷ് ടാസ്കിൽ വിജയിച്ചതും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ടാസ്കുകൾ. കൊള്ളാം. ഹിന്ദിയിലൊക്കെ കാണുന്ന ടൈപ്പ് ടാസ്കുകളാണ്. ഇനിയും ഇത്തരം ടാസ്കുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി അനീഷിനുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലെ കമൻസിലൊക്കെ കാണാവുന്നതാണ്.